ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 30 ഡിസംബർ മാസത്തെ മന്ത്ലി എക്സ്പയറിയിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും 2025 എന്നൊരു കലണ്ടർ വർഷം പിന്നിടുമ്പോഴേക്കും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 9 to 10% ഒരു റിട്ടേൺ മാത്രമാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. 2022 മുതൽ തുടങ്ങിയ ഒരു ബുൾ റാലിയിൽ ശേഷം അതിൻ്റെ ഒരു സ്പിൽ ഓവർ എഫക്റ്റ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു വർഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഇൻഡിവിജ്വലി പല സ്റ്റോക്കുകളിലും 50 to 60% എബോവ് വരെ റിട്ടേൺ കിട്ടി എന്നുള്ളതും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു ഇവൻ്റ് തന്നെയാണ്. അതേസമയം ഓവർ വാല്യൂഡായിട്ട് നിന്നിരുന്ന പല സ്റ്റോക്കുകളും വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഒരു ഫെയർ വാല്യുവേഷനിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിനുള്ള അവസരങ്ങളും നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലത്തെ നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗിലേക്ക് വരികയാണെങ്കിൽ 25,942.1 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 26,106.8 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോ എന്ന് പറയുന്നത് 25,920.3 എന്നൊരു നിലയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 26,000 എന്നൊരു ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് സപ്പോർട്ട് അറ്റാക്ട് ചെയ്യുന്നു എന്നായിരുന്നു പല അനലിസ്റ്റുകളെയും ഒരു അനുമാനമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും 25,900 അതിനിപ്പോൾ 25,800 വരെയുള്ളൊരു റേഞ്ചിൽ വരെ ഒരു പക്ഷേ നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നേക്കാം എന്നൊരു കോഷ്യസ് സ്റ്റാൻസ് കൂടി അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും പകരം ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ ഒരു ബൈ ഓൺ ടിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നുമാണ് പല സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളും നിക്ഷേപകർക്ക് നൽകിയിരുന്ന നിർദ്ദേശമെന്ന് പറയുന്നത്. ഇന്നലെ പൊതുവെ വിപണിയിൽ ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. PSU ബാങ്ക് ഇൻഡെക്സ്, FMCG ഒപ്പം മീഡിയ സൂചിക എന്നീ ഇൻഡെക്സുകളാണ് പ്രധാനമായിട്ടും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റായ അല്ലെങ്കിൽ വളരെ സബ്ഡ്യൂഡായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റിയുടെ ബാങ്ക് സൂചികയിലും കണ്ടത്. 58,932.35 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഒപ്പം IT-യിലേക്ക് വരികയാണെങ്കിൽ ആ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയണം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഒരു പക്ഷേ ആ ഒരു പ്രോഫിറ്റ് ടേക്കിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അല്പം കുറഞ്ഞിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇനി ടെക്നിക്കലി ഈ ഒരു വർഷം പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കറക്ഷൻ നേരിട്ട ഒരു സെക്ടറായിരുന്നു നിഫ്റ്റിയുടെ മീഡിയ സൂചിക. ടെക്നിക്കലി വീക്കായിട്ട് നിൽക്കുന്ന ഒരു സൂചിക കൂടിയാണ് മീഡിയ സൂചിക. ഇന്നലെ മീഡിയ സൂചികയിൽ നമുക്കൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തിരിച്ചൊരു ഷോർട്ട് കവറിംഗ് എന്ന തരത്തിലുള്ളൊരു വിലയിരുത്തലാണ് മീഡിയ സൂചികയുടെ ഒരു മുന്നേറ്റത്തെ അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ആഗോള വിപണികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് വരുമ്പോഴേക്ക് ജനുവരി 1, 31 തീയതികളിലൊക്കെ ഭൂരിഭാഗം ആഗോള വിപണികളും അവധിയിലായിരിക്കും. ഏതായാലും ആ ഒരു ഹോളിഡേ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അമേരിക്കൻ വിപണികളിലേക്ക് എത്തുമ്പോഴും അവിടെയും ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമാണ് നിക്ഷേപകർ എടുത്തിരിക്കുന്നത്. ഡൗ ജോൺസ് സൂചിക 0.5% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 100 0.46% ഇടിവും ഒപ്പം S&P 500 സൂചിക 0.25% ഒരു ഇടിവുമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ആ ഒരു ലോ ലെവലിൽ നിന്ന് വീണ്ടും ഒരു റീബൗണ്ടിങ്ങും കണ്ടിട്ടുണ്ട്. സിൽവറിനെ സംബന്ധിച്ചിട്ട് ആ ഒരു റാലി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഒപ്പം തന്നെ മറ്റ് ഇൻഫോർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ആഗോള വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ അമേരിക്കൻ വിപണികളിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 0.5% മുകളിലൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലും സമാനമായ തരത്തിലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ട് നേരിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ അതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു റീബൗണ്ടിങ്ങിനുള്ള ഒരു സാധ്യത നിയർ ടേമിൽ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന് 48,800 48,900 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ്, എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ 48,200 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 10,500 മുതൽ 700 പോയിന്റിന്റെ കറക്ഷനെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല.
ഈ 48,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം ലഭിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും അതിന് ശേഷം നമുക്കൊരു നേരിയ ബൈയിങ് സപ്പോർട്ട് കാണാനിടയായി. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 20,750 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി വിൽ സി എ റിസംഷൻ ഓഫ് ദ അപ് മൂവ്. അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 25,200 പോയിന്റ് ആയിരിക്കണം. അടുത്തതായിട്ട് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡിലേക്കാണ് വരുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു കണ്ടിരുന്നത്. ഏകദേശം ഒരു 4% മുകളിലൊരു സെൽ ഓഫിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഒക്ടോബർ പകുതിക്ക് ശേഷം ഇത്തരം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതിന് ഇതിനു മുമ്പ് പലതവണയും ഒരു ഫ്ലാറ്റിഷ് ആയ ടോണിലേക്ക് ഗോൾഡ് നീങ്ങിയിരുന്നു എങ്കിൽ ഇത്ര ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ആ ലോ ലെവലിൽ നിന്ന് വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 0.5% ഒരു നേട്ടത്തിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. $4,360 നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഇതേപോലത്തെ ഒരു മേജർ ഒരു സെൽ ഓഫ് സ്വർണത്തിന്റെ കേസിൽ ഒക്ടോബർ 21 കാണാനിടയായി. അവിടെ നിന്നായിരുന്നു നമുക്ക് തിരിച്ചൊരു റിക്കവറി സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്വർണത്തിന്റെയും അതുപോലെ തന്നെ വെള്ളിയുടെയും കേസ് എടുക്കുമ്പോഴേക്കും ഈ രണ്ട് പ്രഷ്യസ് മെറ്റൽസിന്റെ കേസിലും വളരെ ഓവർ ഹീറ്റഡ് റീഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഇത് ഒരിക്കലും ഒരു പുതിയ ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 4,400 to 4,600 ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസിൽ നമ്മൾ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ബൈയിങ് അവസരങ്ങൾക്ക് വേണ്ടി ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. വെള്ളിയുടെ കേസിലും ഇന്നലെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ വെള്ളിയുടെ കേസിലും നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $69.80 ആയിരിക്കണം. ആൻഡ് ബിറ്റ്വീൻ 76 and 80 ഈ ഒരു റേഞ്ചിലായിരിക്കാം നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ചില അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ടുള്ള ചില എസ്കലേഷൻസ്, പ്രത്യേകിച്ചും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറുമായി ബന്ധപ്പെട്ട ചില എസ്കലേഷൻസും ഒപ്പം തന്നെ വെനിസുലയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം കടുപ്പിക്കുന്നതടക്കമുള്ള അപ്ഡേഷൻസും ഒക്കെ വന്നതിന് പിന്നാലെ ക്രൂഡിൽ ഇന്നിപ്പോൾ 0.5% അടുത്തൊരു മുന്നേറ്റമാണ് കാണുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇന്നലെയും ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം കണ്ടിരുന്നു. പക്ഷേ ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് WTI ക്രൂഡിലും ബ്രെന്റ് ക്രൂഡിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ക്രൂഡിലുള്ള ഈ ഒരു റിക്കവറി താൽക്കാലികമാണോ അതോ വീണ്ടും ആ ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് ശക്തമായിട്ട് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഒരു ട്രെൻഡ് ചേഞ്ചിന് ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ക്രൂഡിന്റെ കേസിലോ നമുക്ക് എക്സിസ്റ്റിംഗ് ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസിൽ $55.25 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൈ റിസ്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബിക്കോസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് $61 കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ $56.50. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാൻ സാധിക്കും. സർ, അപ്പം USD INR കൂടി വരികയാണ്. USD INR പേരിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഏകദേശം ഒരു 3 സെഷൻസ് ആയിട്ട് വീണ്ടും ഒരു റിക്കവറി മോഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. രൂപ കൂടുതൽ മൂല്യം ഇടിയുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു USD INR പേരിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? USD INR സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് അമേരിക്കൻ ഡോളർ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ US ഡോളറിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ഔട്ട്ലുക്ക് ഫോർ US ഡോളർ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമുക്ക് അമേരിക്കൻ ഡോളറിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ അമേരിക്കൻ ഡോളർ 89.25 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ അമേരിക്കൻ ഡോളർ വാങ്ങിക്കാൻ ഒരു അവസരം നോക്കുകയാണെങ്കിൽ $90 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക.
അടുത്തായിട്ട് ആഭ്യന്തര വിപണിയിലേക്ക് കൂടിയാണ് വരുന്നത്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ സബ്ഡ്യൂഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 3-4 ട്രേഡിംഗ് സെഷൻസിലായിട്ടും ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്, തുടർച്ചയായിട്ടൊരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇന്നലെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവിൽ 25,942.1 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പൊതുവേ സെക്ടേഴ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചില സെക്ടേഴ്സിലുള്ള വളരെ ഫ്ലാറ്റായ ഒരു ടോൺ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ നിഫ്റ്റി 50 ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഹെൽത്തി കറക്ഷനായിട്ടാണോ കണക്കാക്കേണ്ടതോ ഏതെങ്കിലും തരത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ആസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വറി ചെയ്യേണ്ട കാര്യമൊന്നും നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഇപ്പോൾ ലോങ് പൊസിഷൻസ് കൈവശം ഉണ്ടെങ്കിൽ 25,850 സപ്പോർട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 150 മുതൽ 400 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ അറ്റ് ദിസ് പോയിന്റ് എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും നമുക്ക് സൈഡ് വേസ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ സൈഡ് വേസിൽ നിന്നും തിരിച്ച് നമുക്കൊരു ശക്തമായിട്ടൊരു അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 26,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലായിരുന്നു ഇന്നലെ ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 58,932.35 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾമോസ്റ്റ് ഒരു 4 സെഷൻസിലായിട്ടൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു അല്പം വീക്ക്നെസ് ഷോർട്ട് ടേം ചാർട്ട്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് പൊസിഷൻസ് കൈവശം ഉണ്ടെങ്കിൽ 58,650 സപ്പോർട്ട് ശ്രദ്ധിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 500 മുതൽ 1000 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു ബെയറിഷ്നെസ്സിൽ നിന്നും തിരിച്ച് നമുക്കൊരു ബുള്ളിഷ് ഔട്ട്ലുക്കിലോട്ട് വരണമെങ്കിൽ 59,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് FMCG സെക്ടറിലേക്ക് കൂടി വരികയാണ്. FMCGയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ ആയിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലോ ലെവൽസിൽ വീണ്ടും ഒരു ബൈങ് ഇൻട്രസ്റ്റും ഈ ഒരു സെക്ടറിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഡിസംബർ 8 വളരെ മാസീവായിട്ടുള്ള സെൽ ഓഫ് ആയിരുന്നു ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വോളറ്റൈലായിട്ടുള്ള സെഷൻസ് ആയിരുന്നു എങ്കിൽ പോലും ആ ഒരു ലോ ലെവൽസിൽ നിന്ന് ഒരു റിക്കവർ ചെയ്യാനായിട്ടും ഇൻഡെക്സിന് കഴിഞ്ഞു. സോ FMCG സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, FMCG ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദിസ് പോയിന്റ് ഒരു ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. FMCG ഇൻഡെക്സിൽ നമുക്കൊരു നല്ല ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 55,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കൊരു പാറ്റേൺ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 54,850 നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു സെക്ടർ നിഫ്റ്റിയുടെ മീഡിയ സൂചികയായിരുന്നു. മീഡിയയെ സംബന്ധിച്ചിട്ട് പൊതുവേ തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഒരു വർഷം പൊതുവേ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ജൂലൈക്ക് ശേഷമുള്ള സെക്കൻഡ് ഹാഫ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കണ്ടിരിക്കുന്നത്. ഇന്നലെ പക്ഷേ ഒരു 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ മീഡിയ സൂചികയിലുണ്ടായ ഈ ഒരു മൂവ്മെൻറ്റിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് മാത്രമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, നമ്മൾ മീഡിയ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഒരു വിധത്തിലും നമുക്കൊരു ബൈയിങ് സിഗ്നൽ കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് ഹാസ് ബീൻ ആൻ അണ്ടർ പെർഫോമിംഗ് സെക്ടർ ആൻഡ് ഈ ഒരു ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി വീക്ക്. തൽക്കാലം നമ്മൾ ഈ ഒരു സെക്ടറിൽ പൊസിഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. അടുത്തായിട്ട് MCX എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. MCXനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജനുവരി 2 അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് ഡേറ്റ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ MCX ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? MCXന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് നമ്മൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ഏകദേശം 7,225 രൂപയിൽ നിന്നും കാര്യമായിട്ടൊരു കറക്ഷൻ ഒന്നും തന്നെ നൽകാതെ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 11,200 നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 10,800 ലെവൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
അടുത്തായിട്ട് വേദാന്തയുടെ ഓഹരികളിലേക്കാണ് വരുന്നത്. വേദാന്തയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബറിന് ശേഷം ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ വേദാന്ത ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒരു പ്രോഫിറ്റ് ടേക്ക് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ടോ ഈ ഒരു ഓഹരിയിൽ? സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് വിത്തൗട്ട് എ കറക്ഷൻ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ടിന് വേണ്ടി നമ്മൾ 589 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ആൻഡ് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അടുത്തായിട്ട് ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് BHEL താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. BHELനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 0.5% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് ഒരു സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ BHEL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? BHEL compared to the defense stocks and defense index കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കിടെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയത്. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 268 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 288 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അപ്പം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഒരു ഈ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത്. ഏകദേശം 44,700 കോടി രൂപയുടെ ഒരു ക്യാപെക്സ് ഈ മേഖലയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ പൊതുവെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? അല്ല, നമ്മൾ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഡിഫൻസിലോ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിലോ ഒന്നും തന്നെ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം ഇത്തരം വാർത്തകളൊക്കെ ഇന്നലെയോ പുറത്തോട്ട് വന്നതല്ല. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് it has been very, very clear what the outlook, what the government's commitment to this sector is. And specifically നമ്മളിപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കാര്യം ഇത് മെയ് മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. ബട്ട് ഡിസംബർ മാസത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ കറക്ഷനിലായിരിക്കണം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 2250 രൂപയിൽ ഫോം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമ്മൾ ലോ റിസ്കിൽ ഇഫ് വി വോണ്ട് ടു വെയിറ്റ് ടിൽ ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ 2600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. 2600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. ഡിസംബർ മാസത്തിന് ശേഷം ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഇനഫ് ടു റിവേഴ്സ് ദ ട്രെൻഡ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1580 മുതൽ 1600 വരെ. ഈ സ്റ്റോക്ക് 1700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഫൈനലി മാക്സിഗോൺ ഡോക്കിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2440 മുതൽ 2500 രൂപ വരെ. എനിക്ക് തോന്നുന്നില്ല ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2650. ലോങ് ടേം ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2920. അടുത്തായിട്ട് കോൾ ഇന്ത്യയുടെ ഓഹരികളിലേക്കാണ് വന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 2026 അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 27 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും അതിൻ്റെ 2 സബ്സിഡീസ് ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കണം. അതിനോടൊപ്പം തന്നെ 2030 കൂടി നിലവിൽ കോൾ ഇന്ത്യയിലുള്ള എല്ലാ സബ്സിഡീസും ലിസ്റ്റ് വിപണിയിൽ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നു കൂടിയാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഓഹരിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വളരെ ശക്തമായിട്ട് പ്രത്യേകിച്ചും ഡിസംബർ 17 മുതൽ ഒരു 4-5 സെഷൻ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു 3 സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും ഹൈ ലെവൽസിൽ ഒരു കൃത്യമായിട്ടുള്ള സെല്ലിംഗ് പുഷാണ് നേരിട്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോളിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ കോൾ ഇന്ത്യ ഓഹരികളിൽ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്?
അല്ല, കോൾ ഇന്ത്യ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 അപേക്ഷിച്ച് ഇതൊരു അണ്ടർ പെർഫോമൻസാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഹൈ ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്ക്. കാര്യം ഈ സ്റ്റോക്കിന്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം 7 മുതൽ 8% ഡിവിഡൻഡ് ഈൽഡ് ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിന്റെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ ഒരു പകുതിക്ക് മേലുള്ള ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കണം. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 390 മുതൽ 395 വരെ എനിക്ക് തോന്നുന്നില്ല ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. So we have to use this as a buying opportunity. അടുത്തായിട്ട് ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നുള്ള ആർട്ടമിസ് മെഡിക്കെയർ സർവീസസ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കാൻ നവംബർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു സെഷനൊക്കെ ഒരു 6 മോഷനിലായിരുന്നു, മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മാത്രം 2.25% നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് മോഷൻ നടന്നതായിട്ടാണ് കാണുന്നത്. സോ ആർട്ടമിസ് മെഡിക്കെയർ സർവീസസിൻ്റെ താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? ആർട്ടമിസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 258 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറോടൊപ്പം തന്നെ പൊതുവേ ഉള്ള ഈ ഒരു ഫാർമ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ കൂടി ഷെയർ ചെയ്യാം. നിഫ്റ്റി ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 22,300 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ വീക്ക്നെസ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഈ സ്റ്റോക്കിലെ 2 മേജർ റെസിസ്റ്റൻസസ് ആയത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 23,000. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 23,200 പോയിന്റും 23,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് ആസ്റ്റർ DM ഹെൽത്ത് കെയറിലേക്കാണ് വരുന്നത്. ആസ്റ്റർ DMനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു ഒക്ടോബർ ആയപ്പോഴേക്കും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒക്ടോബറിന് ശേഷം ഈ ഡിസംബർ ലാസ്റ്റ് വരെ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ആസ്റ്റർ DM ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആസ്റ്റർ DMന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേ, ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 580 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ 580 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് വീണ്ടും കാണാൻ സാധിക്കുമെങ്കിൽ 660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷമൊക്കെ വലിയ തോതിൽ നിക്ഷേപകർക്ക് നേട്ടം നൽകിയ ഓഹരിയായിരുന്നു ഡിക്സൺ ടെക്നോളജി. എന്നാൽ ഈ ഒരു വർഷം പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷനിലേക്കായിരുന്നു ഓഹരി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇയർ ടു ഡേറ്റിൽ ഏകദേശം 34% നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരിയിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ഡിക്സൺ ടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഡിക്സന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 11,800 റുപ്പീസിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് ചില റെയിൽവേ ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് ജുപ്പിറ്റർ വാഗൺസിലേക്കാണ് വരുന്നത്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 2% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള ഒരു ഡിസംബർ 19 ശേഷം കഴിഞ്ഞ ദിവസം വരെയും വളരെ ശക്തമായിട്ടും അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കണ്ടിരിക്കുന്നത്. സോ ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ജൂപ്പിറ്റർ വാഗൺസ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കമ്പയർഡ് ടു ദ നിഫ്റ്റി 50 ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ അണ്ടർ പെർഫോമൻസ് നൽകിയിരിക്കുന്നത്.
വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് നമുക്ക് ഒത്തിരി ലോ റിസ്ക് ആയിട്ട് പല ബൈയിങ് അവസരങ്ങൾ ഈ സ്റ്റോക്സിലൊക്കെ ലഭിക്കും. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നേരത്തെ ഞാൻ കോൾ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിരുന്നു. വളരെ സിമിലർ ആയിട്ട് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ജൂപ്പിറ്റർ വാഗൺസിന്റെ സ്പെസിഫിക് കേസിൽ 362 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 300 മുതൽ 320 രൂപ വരെ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ജൂപ്പിറ്റർ വാഗൺസിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റിന് ശേഷം ഇന്നലെ ഈ ഒരു സ്റ്റോക്കിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 120 മുതൽ 125 രൂപ വരെ. എനിക്ക് തോന്നുന്നില്ല ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. IRCTCയുടെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. IRCTCയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 675 റെസിസ്റ്റൻസ് ലെവലായിട്ട് 730 രൂപ മുതൽ 742 രൂപ വരെ. RVNLന്റെ കേസ് എടുക്കുമ്പോഴേക്കും RVNLന്റെ കേസിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽസ് 340 മുതൽ 360 രൂപ വരെ. മേജർ റെസിസ്റ്റൻസ് 402. അതിനോടൊപ്പം തന്നെ RVNL താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? RVNLന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 402, മേജർ സപ്പോർട്ട് 345, 350 മുതൽ 365 രൂപ വരെ. BSE ഓഹരികളിലേക്കാണ് വരുന്നത്. BSE സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. സോ BSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? BSE സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2570 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കണമെങ്കിൽ 2820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, ഏതായാലും ഇന്നത്തെ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. താങ്ക് യു അനില. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എഡ്യൂക്കേഷൻ പർപ്പസ് നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ നിക്ഷേപത്തിനു മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.